നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. IFFHSന്റെ ഇത്തവണത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് എർലിംഗ് ഹാലൻഡിനായിരുന്നു. അവരതിൻ്റെ റാങ്കിങ് പുറത്തു വിട്ടപ്പോൾ ഒന്നാമത് എർലിംഗ് ഹാലൻഡ്, രണ്ടാമത് എംബാപ്പെ, മൂന്നാമത് മെസ്സി, 4 റോഡ്രി, 5 ബെല്ലിംഗാം, 6 ഡിബ്രൂയിനെ, 7 ഹാരി കെയ്ൻ, 8 ബെർണാഡോ സിൽവ, 9 വിനി ജൂനിയർ. ഈ രൂപത്തിലാണ് റാങ്കിങ് വന്നിരുന്നത്. അതിൽ ക്രിസ്ത്യാനോക്ക് ഇടമില്ല. 2023 ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമാണ് ക്രിസ്ത്യാനോ. പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു ലിസ്റ്റിൽ ഇടമുണ്ടായിരുന്നില്ല. അതേസമയം ലിയോ മെസ്സി 3-ാം സ്ഥാനത്ത് വരുന്നുമുണ്ട്. 2023 പ്രത്യേകിച്ച് ലിയോ മെസ്സി എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മിക്കവരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് മെസ്സി എങ്ങനെ ഇതിൽ വന്നു എന്നുള്ള ചോദ്യം ആ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോർച്ചുഗീസ് മാധ്യമമായിട്ടുള്ള എബോല അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഈ ഒരു റാങ്കിങ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഹാലൻഡാണ് ബെസ്റ്റ് പ്ലെയറായിട്ട് 2023 ബെസ്റ്റ് പ്ലെയറായിട്ട് IFFHS തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബെർണാഡോ സിൽവ 8-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു. അദ്ദേഹം മാത്രമാണ് ഈ ടോപ്പ് 10-ലുള്ള ഒരേ ഒരു പോർച്ചുഗീസ് താരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ താഴെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് വന്നിരിക്കുന്നു. ചിരിക്കുന്ന ഇമോജികളാണ് അതിൽ വന്നിരിക്കുന്നത്. ഏതായാലും ഇത് വലിയ രൂപത്തിലുള്ള ചർച്ചയായിട്ട് പിന്നീടും മാറി. എബോല തന്നെ അത് വീണ്ടും എടുത്തുകൊണ്ട് വാർത്തയാക്കി കൊടുത്തു. അവർ ഇൻസ്റ്റയിൽ വീണ്ടും പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ അവർ ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്: പോർച്ചുഗീസ് ദേശീയ ടീമിൻ്റെ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ IFFHSന്റെ ഈ ഒരു റാങ്കിങ് ലിസ്റ്റ് കാണുമ്പോൾ ചിരിയാണ് അദ്ദേഹത്തിന് വരുന്നത്. എന്തായാലും ക്രിസ്ത്യാനോ ഇതിൽ ഒരു സ്ഥാനം അർഹിച്ചിരുന്നില്ലേ എന്ന തരത്തിലുള്ള ചോദ്യമാണ് വരുന്നത്. ഈ ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും അത് രസകരമായ രൂപത്തിലേക്ക് മാറുന്നു. ക്രിസ്ത്യാനോയുടെ അക്കൗണ്ടിൽ നിന്ന് പലപ്പോഴും ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ചില പോസ്റ്റുകൾക്കൊക്കെ താഴെ വരാറുണ്ട്. അത് വലിയ രൂപത്തിൽ വാർത്തയാവാറുമുണ്ട്. ഇതിപ്പോൾ ക്രിസ്ത്യാനോ നേരിട്ട് കമൻ്റ് ഇട്ടു എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേജ് മാനേജ് ചെയ്യുന്നവർ അതാരായാലും അതിൽ കമൻ്റ് ഇടുമ്പോഴും ക്രിസ്ത്യാനോയുടെ പേരിലുള്ള പേജാണ്, അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജാണ്, അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഏതായാലും ഈ ലിസ്റ്റ് കാണുമ്പോൾ ക്രിസ്ത്യാനോക്ക് ഇടമില്ല, പക്ഷേ മെസ്സിക്ക് 3-ാം സ്ഥാനം കൊടുത്തിട്ടുമുണ്ട്. ഈ ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ട് വരുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.